കാരവാൻ ടൂറിസത്തിന് വലിയ പ്രോത്സാഹനമാണ് സംസ്ഥാന ടൂറിസം വകുപ്പ് നൽകുന്നത്. അപ്പോൾ ഇതിൻ്റെ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ഒരു കാരവാൻ പാർക്ക് മലമ്പുഴയിൽ സ്ഥാപിക്കാൻ തീരുമാനിച്ചിരുന്നു. അതിൻ്റെ പ്രവർത്തനം ഇപ്പോൾ ഏത് രീതിയിലായി, എത്ര വരെ എത്തി എന്നൊക്കെ നമുക്ക് നോക്കാം. ചേട്ടാ, ഈ പാർക്ക് എന്താ ചേട്ടാ പണി തീരാതെ ഇങ്ങനെ കിടക്കുന്നുണ്ടോ? ഇത് ശരിക്കും ഗവൺമെൻറ്റിൻ്റെ ഒരു കാരവൻ ടൂറിസത്തിൻ്റെ പ്രകാരമാണ് നമ്മൾ ഈ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചത്. അതിൽ പ്രകാരം നമുക്ക് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും പൊല്യൂഷൻ കൺട്രോളിൻ്റെ ഭാഗത്തു നിന്നും നമുക്ക് NOC കിട്ടി. അത് പ്രകാരം നമ്മൾ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ഒരു 90% ആയപ്പോഴത്തേനാണ് ഇറിഗേഷൻ്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിൻ്റെ പ്രകാരം ഒരു സ്റ്റോപ്പ് നമുക്ക് തരുന്നു. കാരവാൻ ടൂറിസത്തിൻ്റെ ഭാഗമായി സഞ്ചാരികൾ വരും. മലമ്പുഴ ഡാമിൻ്റെ മനോഹാരിത ആസ്വദിക്കുകയും ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്യുമെന്ന് കരുതിയാണ് ഇവിടെ ഇങ്ങനെയൊരു കാരവാൻ പാർക്ക് തുടങ്ങിയത്. പണി ആരംഭിക്കാനുള്ള എല്ലാ അനുമതികളും എടുത്തിരുന്നു. പക്ഷേ പെട്ടെന്നാണ് ഇറിഗേഷൻ്റെ വക ഇരുട്ടടി. 63 കാലഘട്ടത്തിലുള്ള നോട്ടിഫിക്കേഷൻ്റെ പ്രകാരമാണ് ഈ സ്റ്റോപ്പം വന്നിരിക്കുന്നത്. പക്ഷേ അത് കാലഹരണപ്പെട്ട നോട്ടിഫിക്കേഷനാണ്. അതിൻ്റെ കംപ്ലീറ്റ് എവിഡൻസും നമ്മുടെ കയ്യിലുണ്ട്. ഈ 85% പണി കഴിഞ്ഞാലും വരെയും ഇവരെന്തെടുക്കായിരുന്നു ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. ടൂറിസം വകുപ്പ് കാരവാൻ ടൂറിസത്തിന് നൽകുന്ന പ്രോത്സാഹനമാണ് ഇവരെ ഇതിലേക്ക് ആകർഷിച്ചത്. ഏകദേശം 1 കോടി രൂപ ചെലവാക്കുകയും ചെയ്തു. പഞ്ചായത്തിൽ നിന്ന് അനുമതി ലഭിച്ച് 80% ജോലികളും പൂർത്തിയായപ്പോഴാണ് ഇടുത്തി പോലെ ഒരു സ്റ്റോപ്പ് മെമ്മോ വന്നത്. 1 വർഷമായി ഈ സ്ഥലം ആർക്കും ഗുണമില്ലാതെ ഇങ്ങനെ കിടക്കുന്നു. നിർമ്മാണം പൂർത്തിയായ കെട്ടിടത്തിലേക്ക് കാട് കയറി തുടങ്ങി. ഉടൻ വേണ്ടത് ഒരു പരിഹാരമാണ്. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.